മാറ്റങ്ങളുടെ വലിയൊരു കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് ജോഷില കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം വയനാട്ടുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. നമുക്കറിയാം, ഒന്ന് കോഴിക്കോട്ടേക്ക് വരണമെങ്കിൽ അവർ അനുഭവിക്കുന്ന യാത്രാ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. ഒരു മഴ പെയ്താൽ ചുരത്തിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായാൽ പിന്നെ അറിയാം, വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇറങ്ങുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഈ പാത യാഥാർത്ഥ്യമാകുമ്പോൾ അത് മലബാറിൻ്റെ മുഴുവൻ വികസനത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും സൃഷ്ടിക്കാൻ വേണ്ടി പോവുക. അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയണം. ജോഷിലയുണ്ട് നമ്മളോടൊപ്പം വയനാട്ടിൽ നിന്ന്. ജോഷില, ഗുഡ് മോർണിംഗ്. ഏറ്റവും മനോഹരമായ ഒരു വാർത്തയാണ് ഇന്നിപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നത് വയനാടിന് മാത്രമല്ല, മലബാറിൻ്റെ സമഗ്രമായ വികസനത്തിന് വലിയ മാറ്റങ്ങൾ നൽകുന്നൊരു പദ്ധതിയാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന പ്രതിപക്ഷത്തിൻ്റെ വലിയ എതിർപ്പിനെ മറികടന്നാണ് ഈ പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് തുടങ്ങാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു അനുമതി, പാരിസ്ഥിതിക അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും തുരങ്കപാതയെ സംബന്ധിച്ചിടത്തോളം വയനാടിന് മാത്രമല്ല, കേരളത്തിനാകെ ഏറെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. കേരളത്തിൽ മാത്രമല്ല, പുറത്തുള്ളവർ പോലും കേരളത്തിൽ എത്തിയാൽ ആദ്യം വരുന്നത് വയനാട്ടിലേക്കായിരിക്കും. വയനാടിൻ്റെ ഒരു പാരിസ്ഥിതിക സൗന്ദര്യം ഇതൊക്കെ ആസ്വദിക്കാനെത്തുന്ന മലയാളികളെയും അതുപോലെ തന്നെ വിദേശികളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായി നിലനിന്നിരുന്നത് ഈ ഒരു യാത്ര തന്നെയായിരുന്നു. കോഴിക്കോട് നിന്നും ആയാലും ഇങ്ങോട്ടേക്കുള്ള യാത്ര അത് ഏറെ കഠിനമായിരുന്നു എന്നുള്ളതാണ്. താമരശ്ശേരി ചുരം കടന്നു വരിക എന്ന് പറയുന്നത് പലപ്പോഴും പല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടുള്ള ആ ഒരു വരവാണ്. ആ വരവ് ഇല്ലാതാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ശുഭപ്രതീക്ഷ എന്ന് വേണം പറയാൻ. അതൊരു ടൂറിസം മേഖലയുടെ വളർച്ച മാത്രമല്ല, തുരങ്കപാത വരുന്നതോടുകൂടി ആനക്കാംപൊയിൽ, കള്ളാടി, മേപ്പാടി വഴിയാണ് തുരങ്കപാത കടന്നു വരിക. ആ ഒരു തുരങ്കപാത വരുന്നതോടുകൂടി ടൂറിസം മേഖലയുടെ വളർച്ച മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാണിജ്യ വ്യവസായ മേഖലയുടെ വളർച്ച കൂടിയാണ് ഇതോടുകൂടി യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉള്ള കർഷകരുള്ള നാടാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇവിടേക്കുള്ള സാധനങ്ങളുടെ വരവ്, ചരക്കുകളുടെ വരവ്, ഇതൊക്കെ തന്നെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ്. യാത്ര ഏറെ സുഗമമാകുന്നു എന്നുള്ളത് ആണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. യാത്ര എന്ന് പറയുന്നത്, സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ആശുപത്രികളിലേക്കായാലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കായാലും വയനാട് മറ്റ് ജില്ലകളെ കൂടി ആശ്രയിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നു. അതേസമയം തന്നെ പ്രതിപക്ഷം ഈ ഒരു തുരങ്കപാതയെ എതിർക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വലിയ ഭയം വയനാട്ടിലെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എന്നാൽ വയനാടിന് ആ തടസ്സങ്ങളെല്ലാം നീങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷം വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ എത്തില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമായിരുന്നു എപ്പോഴും വിലങ്ങുതടിയായി മുന്നിൽ ഒരു ആശങ്കയായി നിലനിന്നിരുന്നത്. കേരള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് കേരളം ശുപാർശ ചെയ്തിട്ടും കേന്ദ്രം ഇതിനെ തടയുമോ എന്നുള്ള ഒരു ആശങ്ക എപ്പോഴും എല്ലാവരിലും നിലനിന്നിരുന്നതാണ്. എന്നാൽ ആ ഒരു തടസ്സവും മാറുന്നു. കരാർ തീരുമാനമാകുന്നതോടുകൂടി 2134 കോടിയുടെ ആ ഒരു സ്വപ്ന പദ്ധതി പൂർത്തിയാകാൻ പോകുന്നു. പണി തുടങ്ങാൻ സാധിക്കും എന്നുള്ളത് തന്നെ ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗകര്യപ്രദവും ഏറ്റവും സന്തോഷകരവുമായ നിമിഷങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. മനു, തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് ജോഷ്ല. ഈ പറയുന്നത് പോലെ വയനാടിൻ്റെ സമഗ്രമായ വികസനത്തിൽ വലിയ മുതൽക്കൂട്ടാകും ഈ തുരങ്കപാത എന്നതിൽ ഒരു സംശയവുമില്ല. യാത്രാ സൗകര്യങ്ങൾ, ടൂറിസം വികസനം, അങ്ങനെ വയനാടിന് ആവശ്യമായതെല്ലാം ഈ പാതയിലൂടെ സാധ്യമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അവരുടെ മറ്റാവശ്യങ്ങൾ, അവരുടെ യാത്രാ ആവശ്യങ്ങൾ, അവർക്ക് വളരെ വേഗത്തിൽ കോഴിക്കോട്ടേക്ക് വരാൻ പറ്റും, മറ്റിടങ്ങളിലേക്ക് പോകാൻ കഴിയും. ഇതൊക്കെ എളുപ്പത്തിൽ സാധ്യമാകുന്നു. കണക്ടിവിറ്റി ആണല്ലോ ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോഷ്ലയും നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും നിലപാട് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ പ്രതിപക്ഷം എതിർത്ത എത്ര പദ്ധതികളാണ് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, മലയോര ഹൈവേനെ എതിർത്തു, അത് യാഥാർത്ഥ്യമായി. തീരദേശ ഹൈവേ എതിർത്തു, അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് 2ാം വിമോചന സമരത്തിന് പോയതാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് തുറമുഖം 2ാം ഘട്ട നിർമ്മാണ പരിപാടികളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ ദേശീയപാത, എല്ലാം ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് നാടിൻ്റെ പൾസ് അറിയാനുള്ള മറ്റൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ തുറന്നു വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് നിർത്തേണ്ടവരാണ് മാധ്യമങ്ങൾ. ജോഷ്ല.
വിചാരിച്ചില്ല, അതുകൊണ്ടാണ്. മനു, മറ്റൊരു പ്രശ്നം ഇവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു, അതായത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകും എന്നുള്ളതായിരുന്നു വലിയ പ്രശ്നമാണെന്ന് കരുതി മുന്നോട്ട് വെച്ചിരുന്ന കാര്യം. എന്നാൽ ഇതിൽ ഈ ഒരു പദ്ധതിയിൽ തന്നെ അനുമതി നൽകുമ്പോൾ തന്നെ പല വ്യവസ്ഥകളും വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നല്ല, ഏറ്റവും കാര്യക്ഷമമായി, അതായത് പരിസ്ഥിതി അടക്കം അത്രയേറെ പരിഗണിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അപ്പൻകാപ്പ്, ആനത്താര സംരക്ഷണം, ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണം, ഇരുവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലനിർത്തുക എന്നിവയടക്കം ഉറപ്പാക്കണമെന്നും ഈ ഒരു കരാർ വ്യവസ്ഥയിൽ ഉണ്ട്, പദ്ധതിയുടെ വ്യവസ്ഥയിലുണ്ട് എന്നുള്ളതാണ്. അത്രയേറെ പരിസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പക്ഷികളെയും പുഴകളെയും ഒക്കെ തന്നെ സംരക്ഷിച്ചുകൊണ്ട്, എന്നാൽ യാത്രാ സൗകര്യം മനുഷ്യനെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ് പൂർത്തിയാവാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഉചിതമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സുരക്ഷാ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും വേണം. ടണൽ റോഡിന്റെ ഇരുഭാഗത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം. ഭൂമിയുടെ ഘടനയനുസരിച്ച് ടണലിംഗ് രീതികൾ തിരഞ്ഞെടുക്കണം. ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യുന്ന 4 അംഗ വിദഗ്ധ സമിതി, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള 4 അംഗ വിദഗ്ധ സമിതി, ഇതെല്ലാം തന്നെ എല്ലാ ദിവസവും നിരീക്ഷിക്കുന്ന ഒരു വിദഗ്ധ സമിതിയെ അടക്കം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇത്തരത്തിലുള്ള എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് ഈ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുക എന്നുള്ളതാണ്. അതേസമയം തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ എല്ലാം തന്നെ പരിഗണിക്കും. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രവൃത്തിയായിരിക്കും ഇവിടെ ആരംഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം, വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുരോഗതിയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ വികസനത്തിലേക്ക് നയിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. മനു, തീർച്ചയായും വയനാടിൻ്റെ ഒരു വലിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭ്യമായിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങുക എന്നത് മാത്രമാണ്. സംസ്ഥാന സർക്കാരിന് ടെൻഡർ നടപടികളടക്കം മറ്റു കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകാം. എല്ലാ തടസ്സങ്ങളും മാറിയിരിക്കുകയാണ്. ഇനി വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. ഒരു നാടിൻ്റെ പുരോഗതിക്ക് ഏറ്റവും ആക്കം കൂട്ടുന്ന പദ്ധതികളിലൊന്ന്, നമ്മുടെ സ്വപ്നങ്ങളിൽ ഒന്നുകൂടി യാഥാർത്ഥ്യമാകുന്നു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. അപ്പോഴും അള്ളുവയ്ക്കാനും ആപ്പുവയ്ക്കാനും നടക്കുന്നവർ ഇതിനിടയിലുണ്ട് എന്നതും തിരിച്ചറിയേണ്ടത് തന്നെയാണ്. അവരെ മാറ്റി നിർത്താൻ മലയാളിക്ക് കഴിയുന്നുണ്ട് എന്നതും മലയാളിയുടെ ഒരു വികസന രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ഇടപെടലായി നമുക്ക് കാണാൻ കഴിയും.